നമസ്കാരം. സാങ്കേതിക വിദ്യകളുടെയും ആധുനിക യുദ്ധോപകരണങ്ങളുടെയും കാര്യത്തിൽ അമേരിക്കയെ പോലും കടത്തിവെട്ടി ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രമായിരിക്കുന്നത് റഷ്യ തന്നെയാണ്. ഇപ്പോൾ പുതിയൊരു AI സഖ്യത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് റഷ്യയിൽ നിന്നും പുറത്തു വരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അതായത് AI സംയുക്ത വികസനം ലക്ഷ്യമിട്ട് ബ്രിക്സ് ഗ്രൂപ്പിനുള്ളിൽ ഒരു സഖ്യം ആരംഭിക്കുന്നതായി റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതായത് RDIF പ്രഖ്യാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയിലെ മോസ്കോയിൽ നടന്ന കോൺഫറൻസിനോടനുബന്ധിച്ചാണ് ചീഫ് എക്സിക്യൂട്ടീവ് കിറിൽ ദിമിട്രിവ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ബ്ലോക്കിലെ 6 അംഗരാജ്യങ്ങളായ റഷ്യ, ചൈന, ഇന്ത്യ, ബ്രസീൽ, ഇറാൻ, UAE എന്നീ രാജ്യങ്ങളിലെ 20-ലധികം കമ്പനികൾ ഇതിനകം ബ്രിക്സ് AI സഖ്യത്തിന്റെ ഭാഗമാണ്. സഖ്യം രൂപീകരിക്കുന്നതിന് അനുകൂലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട 50-ലധികം കമ്പനികളിൽ സർവകലാശാലകൾ, മെഡിക്കൽ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്പർമാർ, സാമ്പത്തിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നവർ, ടെലികമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, ഇലക്ട്രിക് ബാറ്ററികൾ, അർദ്ധചാലകങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടുന്നതായി ദിമിട്രിവ് പറയുന്നു. പുതിയ സഖ്യം പൊതു വാണിജ്യ മേഖലകളിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയാണെന്ന് RDIF പറയുന്നു. പല പാശ്ചാത്യ രാജ്യങ്ങളും AI സാങ്കേതിക വിദ്യകളിലേക്കുള്ള ബ്രിക്സിന്റെ പ്രവേശനം പരിമിതപ്പെടുത്താൻ ശ്രമം നടത്തുന്നതുകൊണ്ട് ഈ നീക്കം വളരെ പ്രധാനമാണെന്നും ദിമിട്രിവ് പറയുന്നു. വിവിധ കമ്പനികളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ AI സാങ്കേതിക വിദ്യകൾ കൂടുതൽ വേഗത്തിലും ശക്തമായും വികസിപ്പിക്കാൻ ഈ സഖ്യത്തിന് കഴിയുമെന്ന് RDIF ചീഫ് എക്സിക്യൂട്ടീവ് പറയുന്നുണ്ട്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ മേഖലകളിലെ കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിനായി 2011 സർക്കാർ സൃഷ്ടിച്ച റഷ്യയുടെ പരമാധികാര സമ്പത്ത് ഫണ്ടാണ് RDIF. ഒക്ടോബറിൽ നടന്ന ബ്രിക്സ് കസാൻ ഉച്ചകോടിയിലാണ് ബ്രിക്സ് പ്ലസ് AI സഖ്യം രൂപീകരിക്കാനുള്ള ആശയം ആദ്യമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവതരിപ്പിച്ചത്. റഷ്യയുടെ പ്രത്യയശാസ്ത്രപരമായ പരമാധികാരത്തിന് സാങ്കേതിക വിദ്യയുടെ വികസനം നിർണായകമാണെന്ന് പറഞ്ഞിരുന്നു. AI കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുടിൻ പറയുന്നതാണ് ഇക്കാര്യം. തുടക്കത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവർ കൂടി ഉൾപ്പെട്ടതായിരുന്നു ബ്രിക്സ് സഖ്യം. പിന്നീട് ഈജിപ്ത്, ഇറാൻ, എത്തോപ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവ 2024 ജൂൺ 1 ഔദ്യോഗികമായി ബ്രിക്സിൽ അംഗങ്ങളായപ്പോൾ സഖ്യം വിപുലീകരിക്കപ്പെട്ടു. കഴിഞ്ഞ മാസം റഷ്യൻ സഖ്യകക്ഷികളായ ബെലാറസും ഔദ്യോഗികമായി ബ്രിക്സ് പങ്കാളി രാജ്യമായി മാറിയതായി പ്രഖ്യാപിച്ചു. ഇന്തോനേഷ്യയും ബ്രിക്സിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതിയുടെ ഭാഗമായി മാറിയതായി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ പങ്കിൻ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടികളിലും വിദേശകാര്യ മന്ത്രിമാരുടെ യോഗങ്ങളിലും ഉച്ചകോടിയുടെ പ്രത്യേക സെഷനുകളും മറ്റ് ഉന്നതതല പരിപാടികളിലും ബ്രിക്സ് രാജ്യങ്ങൾ സ്ഥിരമായി പങ്കെടുക്കുന്നതോടെ ആ രാജ്യത്തിന് പങ്കാളി രാജ്യമെന്ന പദവി റഷ്യ നൽകുന്നു. അതേസമയം ബ്രിക്സിന്റെ പങ്കാളി രാജ്യമാവാൻ ബൊളീവിയയ്ക്ക് ക്ഷണം ലഭിച്ചതായി ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സിലിൻഡ സോസ വെളിപ്പെടുത്തി. എന്നാൽ ബ്രിക്സ് AI സഖ്യത്തിൽ ചേരാൻ താൽപര്യം കാണിച്ച രാജ്യങ്ങളുടെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം അൾജീരിയ, ക്യൂബ, കസക്കിസ്ഥാൻ, നൈജീരിയ, തുർക്കി, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രിക്സ് AI സഖ്യത്തിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി പറയുന്നു. ഈ മേഖലയിലെ അമേരിക്കൻ ആധിപത്യത്തെ ചെറുക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസിപ്പിച്ച് ബ്രിക്സ് രാഷ്ട്രങ്ങളുമായും മറ്റ് ആഗോള പങ്കാളികളുമായും റഷ്യ സഹകരിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. റഷ്യ യുക്രൈനിൽ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ AI വികസനത്തെ തടയുകയായിരുന്നു. ഉപരോധങ്ങൾ നിലവിൽ വന്നതോടെ മൈക്രോ ചിപ്പുകളുടെ പ്രധാന നിർമ്മാതാക്കൾ റഷ്യയിലേക്കുള്ള കയറ്റുമതി നിർത്തി. ഇത് റഷ്യയുടെ AI അഭിലാഷങ്ങൾക്ക് കാര്യമായ തിരിച്ചടിയായി. എന്നാൽ റഷ്യയിലെ ഏറ്റവും വലിയ വായ്പാദാതാവും AI വികസനത്തിലെ മുൻനിരക്കാരനുമായ സ്ബെർബാങ്ക് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള സഹായം നൽകി. സ്ബെർബാങ്ക്, ടെക്നോളജി ഭീമൻ യാൻഡെക്സ് തുടങ്ങിയ ആഭ്യന്തര കമ്പനിക്കാരാണ് റഷ്യയുടെ AI വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. അമേരിക്കയും ചൈനയും നിലവിൽ ആഗോള AI മേഖലയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യങ്ങളാണ്. എന്നാൽ ചൈനയുമായും മറ്റ് ബ്രിക്സ് അംഗങ്ങളുമായും AI സഹകരണം ശക്തിപ്പെടുത്താനുള്ള പുടിന്റെ ശ്രമങ്ങൾ ഒരു ആഗോള മത്സരത്തിലേക്കാണ് വഴിവെക്കുന്നത്.
ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ടോർട്ടോയ്സ് മീഡിയയുടെ ഗ്ലോബൽ AI സൂചിക പ്രകാരം AI നവീകരണത്തിലും നിക്ഷേപത്തിലും 83 രാജ്യങ്ങളിൽ റഷ്യ 31-ാം സ്ഥാനത്താണ്. അമേരിക്കയെയും ചൈനയെയും മാത്രമല്ല ബ്രിക്സ് പങ്കാളികളായ ഇന്ത്യയെയും ബ്രസീലിനെയും റഷ്യ പിന്നിലാക്കി. AI മേഖലയിലേക്ക് ആധിപത്യം ഉറപ്പിക്കാനിറങ്ങിയ റഷ്യയുടെ നീക്കം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ആണവ യുദ്ധോപകരണങ്ങളും അത്യാധുനിക മിസൈലുകളും കൈവശമുള്ള റഷ്യ AI സാങ്കേതിക വിദ്യയിലേക്ക് കൂടി ഇറങ്ങിയാൽ ഇനി എന്തായിരിക്കും ഉണ്ടാവുക എന്ന ഭീതിയിലാണ് യുക്രൈനും നാറ്റോ രാജ്യങ്ങളും. നന്ദി.